ഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒട്ടും ആലോചിക്കാതെ പറയും അത് മൗണ്ട് എവറസ്റ്റ് ആണെന്ന്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 8848 മീറ്റർ ഉയരമാണ് മൗണ്ട് എവറസ്റ്റിനുള്ളത്. എന്നാൽ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ പർവ്വതം ഏതാണെന്നറിയാമോ? അത് ഭൂമിയിലല്ല സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ അയൽക്കാരനും അപരനെന്നറിയപ്പെടുന്നതുമായ ചൊവ്വ ഗ്രഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ഭീമാകാരമായ അഗ്നിപർവ്വതമാണ്. ഇതിൻ്റെ പേരാണ് ഒളിമ്പസ് മോൺസ്. ഒളിമ്പസ് മോൺസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്നും ഇതിന് ഇത്രയും വലിപ്പം ലഭിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഒളിമ്പസ് മോൺസ് ചൊവ്വയിലെ ഒരു ഭീമൻ അഗ്നിപർവ്വതമാണ്. ചൊവ്വയിലെ മാത്രമല്ല, നമ്മുടെ സൗരയൂഥത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയ അഗ്നിപർവ്വതമാണിത്. ഇത് ഒരു ഷീൽഡ് വോൾക്കാനോയാണ്. ലാവ പല തവണകളിലായി പൊട്ടിത്തെറിച്ച് ദൂരങ്ങളിലേക്ക് വ്യാപിച്ചുണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളെയാണ് ഷീൽഡ് വോൾക്കാനോ എന്ന് പറയുന്നത്. ഈ വോൾക്കാനോകൾ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം സമയമെടുത്താണ് രൂപപ്പെടുന്നത്. ഒളിമ്പസ് മോൺസിൻ്റെ ഉയരമെന്നത് ഏകദേശം 21,900 മീറ്ററാണ്. അതായത് മൗണ്ട് എവറസ്റ്റിനേക്കാളും 2.5 മടങ്ങ് ഉയരം. ഇതിൻ്റെ അടിത്തറയുടെ വീതി എന്നത് ഏകദേശം 600 കിലോമീറ്ററാണ്. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട് വരെ നീളുന്നത്ര വീതി. ഇതിൻ്റെ ചരിവെന്നത് വളരെ സൗമ്യമാണ്. ഇതിൻ്റെ ശരാശരി ചരിവെന്നത് ഏകദേശം 5 ഡിഗ്രി മാത്രമാണ്. അതിനാൽ ഇതിനെ ഒരു കുത്തനെയുള്ള മല പോലെയല്ല തോന്നുന്നത്. ഭൂമിയിൽ ടെക്ടോണിക് പ്ലേറ്റ്സ് നിരന്തരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ ഹോട്ട്സ്പോട്ടിൻ്റെ മുകളിൽ ഒരേ സ്ഥലം ദീർഘകാലം തുടരാറില്ല. ലളിതമായി പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ സ്ഥിരമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലാവയുടെ ഉറവിടത്തെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഭൂമിയിലെ ടെക്ടോണിക് പ്ലേറ്റ്സ് നിരന്തരമായി നീങ്ങുന്നതിനാൽ ഹോട്ട്സ്പോട്ട് ഒരേ സ്ഥലത്ത് തന്നെയുണ്ടെങ്കിലും അതിൻ്റെ മുകളിലുള്ള ഭൂഖണ്ഡ ഭാഗം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ലാവ ഒരേ സ്ഥലത്ത് തന്നെ കുമിഞ്ഞു കൂടുകയില്ല. പക്ഷേ മാർസിൽ ടെക്ടോണിക് മൂവ്മെൻറ്റ്സ് ഇല്ലാത്തതിനാൽ ഹോട്ട്സ്പോട്ടിൻ്റെ മുകളിലുള്ള ഉപരിതലം നീങ്ങാതെ ഏറെ കാലം അതേ സ്ഥലത്ത് തുടരുന്നു. ഇതിൻ്റെ ഫലമായി ഒരേ സ്ഥലത്ത് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും ലാവ ഉയരുകയും ലാവ പാളികൾ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. കൂടാതെ മാർസിൻ്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയേക്കാൾ കുറവായതിനാൽ ഉയരം കൂടിയാലും തകർന്നു വീഴാനുള്ള സാധ്യത കുറവാണ്. ഇതിൻ്റെ ഫലമായി അഗ്നിപർവ്വതം വളരെയധികം വലുതാകുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒളിമ്പസ് മോൺസിന് ഇത്രയും അധികം ഉയരം ലഭിച്ചത്. ഒളിമ്പസ് മോൺസിൻ്റെ മുകളിലായി വലിയ ഗർത്തങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവയെ കാൽഡേറ എന്നാണ് വിളിക്കുന്നത്. മാഗ്മ ചേംബർ ഭാഗികമായി ശൂന്യമായപ്പോൾ ഉപരിതലം താഴ്ന്നതിൻ്റെ ഫലമായാണ് ഇവ രൂപപ്പെട്ടത്. ഇത് ഒരിക്കൽ മാത്രമല്ല, പല ഘട്ടങ്ങളിലായി സംഭവിച്ചിട്ടുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഭൂമിയിൽ നിന്നും ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് മാഴ്സിനെ പഠിച്ചിരുന്നുവെങ്കിലും ഒളിമ്പസ് മോൺസിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചത് ബഹിരാകാശ ദൗത്യങ്ങളിലൂടെയാണ്. മറൈനർ മിഷൻ, വിക്കിംഗ് ഓർബിറ്റർ, മാർസ് റിക്കോണിസൻസ് ഓർബിറ്റർ എന്നിവയാണ് ഇവയിൽ പ്രധാനികൾ. ഇവയിലൂടെ ലഭിച്ച ചിത്രങ്ങളിലൂടെയാണ് ഒളിമ്പസ് മോൺസിൻ്റെ യഥാർത്ഥ വലിപ്പത്തെ നമ്മൾ മനസ്സിലാക്കിയത്. ഭൂമിയിലെ അഗ്നിപർവ്വതങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. പക്ഷേ ചൊവ്വയിലെ ഒളിമ്പസ് മോൺസ് പ്രകൃതിയുടെ മഹത്വം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ മൗണ്ട് എവറസ്റ്റിനേക്കാളും ഉയരവും 100 കണക്കിന് കിലോമീറ്റർ വീതിയുമുള്ള ഒളിമ്പസ് മോൺസ് ശരിക്കും ഒരു പ്രപഞ്ച അത്ഭുതം തന്നെയാണ്. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ പ്രധാനപ്പെട്ടതും സൗരയൂഥത്തിൽ നാം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പർവ്വതം കൂടിയാണ് ഒളിമ്പസ് മോൺസ്. ഭാവിയിൽ മനുഷ്യർ മാർസിലേക്ക് യാത്ര ചെയ്യാനുള്ള പദ്ധതികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒളിമ്പസ് മോൺസിനെ പോലുള്ള ഭീമൻ ഘടനകളെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ നമുക്ക് മാർസിൻ്റെ ഭൂവിജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പഴയ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചറിയാനും ഭാവി ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യാനും സഹായിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും
കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.